ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി വരാൻ ലാസ്റ്റ് നേരം വയ്ക്കണം. ഫയർഫോഴ്സ് വരാൻ നേരം വൈകിയല്ലേ? നേരം വയ്ക്കണം. അതാണ് കൂടുതൽ ഇത്രയും കാര്യം. ഫയർ സ്റ്റേഷൻ യൂണിറ്റ് അടുത്ത് തന്നെയാണ്. ബീച്ചിലുണ്ടായിരുന്നു. വരാൻ നേരം വയ്ക്കണേ ഫയർഫോഴ്സ്. നേരം വൈകി എന്നുള്ള ഒരു വാസ്തവമാണ്. അന്നേരം ഇവിടെ MSFന്റെ ഒരു ജാഥ റാലി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് എത്താൻ നേരം വയ്യെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് വന്ന സമയത്ത് അതിൻ്റെ മുന്നേ ഇവർ വരികയാണെങ്കിൽ, ഫയർഫോഴ്സ് വരികയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ പുക കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ച്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ എങ്ങനെയാ തീ അണച്ചത്? എവിടെ വെള്ളം കിട്ടിയത്? എന്താ ചെയ്തത്? ഒന്ന് പകച്ച് പോയതാണ്. ഫയർഫോഴ്സ് വന്നേരാണ് അണയ്ക്കാനുള്ള പരിപാടി ചെയ്ത്. ആദ്യം അവർ ഈ സൈഡിലുള്ള വണ്ടികളൊക്കെ ചുമട്ട് തൊഴിലാളികൾ അവർ ആത്മാർത്ഥമായിട്ട് ആരതാ വണ്ടിയെന്ന് പോലും അറിയില്ല. അവരത് മാക്സിമം അവരവിടുന്ന് ഇതാക്കി. പിന്നെ ആളുകളൊക്കെ ഒഴിപ്പിച്ചു. പിന്നെ താഴെയുള്ള ഹോട്ടലുകളിലുള്ള ഗ്യാസിൻ്റെ സാധനം പവർ ഓഫാക്കി. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ചുമട്ട് തൊഴിലാളികളാണ്. അതിന് ശേഷമാണ് AC വന്നത്. അതിന് ശേഷമാണ് ഫയർഫോഴ്സ് വന്നത്. ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്ന് തന്നെയാണ്. അത് കുറച്ച് വൈകിയെന്ന് തന്നെയാണ്. പിന്നെ അവിടെ റാലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ അറിയില്ല. MSFന്റെ ഒരു ജാഥ ഇവിടെ പോയിരുന്നു. അതുകൊണ്ടാണോ ലേറ്റ് ആയതെന്നുള്ളതും അറിയില്ല. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ഈ തീ കെടുത്താൻ ആളുകൾ, ഇവിടെ കൂടിയിരുന്ന ആളുകൾ വളരെയധികം പണിപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം പെട്ടെന്ന് അത്രയും വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന സമയത്ത് വെള്ളം എത്തിച്ചത് തീ അണക്കുക എന്നൊരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമില്ല. പിന്നീട് പോലീസും ഒക്കെ എത്തിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക്, ബീച്ച് ഭാഗത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. എത്താൻ നേരം വൈകി എന്നുള്ള രൂപത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം. എന്തായാലും സ്ഥലത്ത് വലിയ ജനത്തിരക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടെയാണ്. വലിയ രീതിയിൽ എത്രത്തോളം ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുമുണ്ട്. കാരണം ഇത് ഒരു നിലയല്ല, മൂന്ന് നിലയുള്ള കെട്ടിടമാണ്. ഒരു നിലയിൽ തീ പിടിച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ തൊട്ടപ്പുറത്തെ നിലകളിലേക്ക് തീ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതുമെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തിക്കൊണ്ട് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണുള്ളത്. അവർ ഇവിടെ കൃത്യമായിട്ട് ഈ തീ അണക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. കാരണം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനകത്തെ തുണിത്തരങ്ങളും മറ്റും, തൊട്ടപ്പുറത്തെ കടകൾ, AC തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള 3 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. അത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുമുണ്ട്.